അവരോട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത അതിക്രൂരമായ ഒരു നടപടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ. ഒരു ദിവസം നമുക്ക് നിരാഹാരിക്കാൻ സാധിച്ചല്ലോ. കേന്ദ്ര സർക്കാരും അതിന് ഉത്തരവാദികളാണ്. അതിന് മറുപടി നൽകാനായിട്ട് പോലും നൽകാതെ അവർ ഒളിച്ചോടുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ആം ആദ്മി പാർട്ടി കോക്രോച്ച് ജനതാ പാർട്ടി അനുകൂലിച്ചുകൊണ്ട് അവരുടെ നിരാഹാര സമരം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കോട്ടയത്ത് അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള സെലീൻ ഫിലിപ്പാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവർ തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം, അവർ തുടങ്ങിവെച്ച ഈ സമരം അതൊരു ധർമ്മസമരമാണ്. അതൊരു ആവശ്യമായ സമരവുമാണ്. അതിനൊരു ഫലമുണ്ടാകുന്നത് വരെ അവരത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ പോയി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഞങ്ങളെപ്പോലുള്ള പ്രായമുള്ളവർ അവരെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് അവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ. ഒരു ദിവസം നമുക്ക് നിരാഹാരിക്കാൻ സാധിച്ചല്ലോ എന്ന് വിചാരിക്കുകയാണ്. എല്ലാ സപ്പോർട്ടും എല്ലാ ഐക്യദാർഢ്യവും ആം ആദ്മി പാർട്ടിയുടെ പേരിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കുട്ടികളുടെ വികാരമാണ്, കുട്ടികളുടെ നിരാശയാണ് ഈ സമരത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അവർ പഠിച്ചിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ, അവർ പഠിച്ച് ഇരുന്നാലും ചോദ്യപേപ്പർ ലീക്കാകുന്ന അവസ്ഥ, ഇതൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവർക്ക് അതിനൊരു മറുപടി ആവശ്യമാണ്. ഇത് കുട്ടികൾ ചോദിക്കുന്നതിൽ അവർക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ചോദിക്കുന്നതിൽ അവരുടെ അക്കൗണ്ടബിലിറ്റി അവർ ആവശ്യപ്പെടുന്നു. അതിന് ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാരും അതിന് ഉത്തരവാദികളാണ്. അതിന് മറുപടി നൽകാനായിട്ട് പോലും നൽകാതെ അവർ ഒളിച്ചോടുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അത് കുട്ടികൾ ഏറ്റെടുത്ത് അവർ തെരുവിലിറങ്ങിയിരിക്കുന്ന അവസ്ഥ, അത് നമുക്കവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അവരെ മൃഗീയമായി വേട്ടയാടുകയും അതേപോലെ RSSൻ്റെ ഗുണ്ടകൾ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത പോലീസുകാരാണ് അവരെ നിഷ്ഠൂരം മർദ്ദിക്കുകയുണ്ടായത്. അത് പെൺകുട്ടികൾ എന്നില്ല, നമ്മുടെ യുവാക്കൾ എന്നില്ല, അവരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെയാണ് അവർ പെരുമാറിയത്. അത് നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാൾക്കും നോക്കി നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആം ആദ്മി പാർട്ടി അവർക്ക് കോക്രോച്ച് പാർട്ടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് യുവാക്കളായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഒരു ജീവിത സ്വാതന്ത്ര്യത്തിനാണ് ഇവരിപ്പോൾ പരിമിതമായിട്ട് ഈ ആക്രമണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളോട്, അത് രാജ്യത്തിൻ്റെ ഭാവി തലമുറയാണ്, അവരോട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത അതിക്രൂരമായ ഒരു നടപടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഒരു ഭാവി തലമുറയ്ക്ക് സ്വന്തം രാജ്യത്ത് പ്രതിഷേധിക്കാൻ പോലും ഒരു അവസരമില്ലാത്ത ഒരു ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം പോകുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. CJP എന്ന് പറഞ്ഞത് മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ വീണ്ടും അവർക്കൊരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നോക്കി വയ്ക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമ്മുടെ യുവതലമുറ എന്ന് പറഞ്ഞത് നമ്മുടെ ഭാവി, അതിനെ നമ്മൾ ഒരിക്കലും ബലി കൊടുക്കാൻ പാടില്ല. സർക്കാരിൻ്റെ പ്രതികരണങ്ങൾ നമ്മളെ വഞ്ചിക്കുന്നതായിരിക്കും. എല്ലാം പരിഹരിക്കാമെന്ന് പറയുകയും ഒരു കാരണവശാലും അതിന് ന്യായമായ ഒരു പ്രതിവിധി ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം കഴിഞ്ഞ 3 ടേമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് വരെ പറഞ്ഞ ഒരു വാക്കും പാലിക്കാത്ത ലോക റെക്കോർഡുള്ള ഒരു പാർട്ടിയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രം ഈ സർക്കാർ ഒരു നല്ല പരിഹാരം കണ്ടെത്തി തരുമെന്ന് പറഞ്ഞ് അത് വിശ്വസിച്ചാൽ അത് ഈ പിള്ളേരെയും വഞ്ചിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെയൊക്കെ വഞ്ചിക്കുന്ന പോലെ പിള്ളേരെ വഞ്ചിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം. CJP മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണല്ലോ. അങ്ങനെ ഒരു ഇതുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഒരു പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ നിവൃത്തിയില്ലാതെ വന്നാൽ രാജിവെപ്പിക്കാം. കാരണം ഇപ്പോൾ CJP മുന്നോട്ട് വയ്ക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജി മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ രാജി കൂടി ചോദിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ
അത് ഒഴിവാക്കാൻ വേണ്ടി ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വെപ്പിച്ചേക്കാം. എന്നാലും അത് മനസ്സോടുകൂടി ആയിരിക്കത്തില്ല. ഇപ്പോഴും ഈ സർക്കാർ ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല.